ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്നസെൻറ്റിനെയാണ് കേട്ടോ. ഇന്നസെൻറ്റിൻ്റെ ഒരു പഴയ ഒരു ഫോട്ടോ ഞാൻ എടുത്തായിരുന്നു. പഴയെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മുടെ പഴയ മുടിയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലുള്ളൊരു പിക്ചറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വരയ്ക്കാൻ വേണ്ടി. നമ്മൾ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്, നൈസായിട്ട് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ വരച്ച് ഷെയ്ഡ് കൊടുത്ത് വരുന്നുണ്ട്. പിന്നെ ഇന്നസെൻറ്റിനെ ഞാൻ ഈ അടുത്ത് പഴയ കുറേ നാൾ മുമ്പ് കണ്ടാണ്. പിന്നെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് യൂട്യൂബിൽ ഒരു സിനിമ, പണ്ടത്തെ സിനിമ വെറുതെ ഒന്ന് എടുത്ത് കുറച്ച് നേരം കണ്ടായിരുന്നു. ഇത് 2-3 ആഴ്ച മുമ്പേ. അപ്പോഴാണ് ചോദിച്ചത്, എന്താ വർഷങ്ങൾ പോയതറിഞ്ഞിരുന്ന അങ്ങനൊരു സിനിമയുണ്ട്. അതിൽ ഇന്നസെൻ്റ് ഡ്രൈവറായിട്ട് ഒരു റോളുണ്ട്. ഞാൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പുള്ളിയൊന്ന് വരച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നത്. പുള്ളി നല്ലൊരു മൂവിയാണ് കേട്ടോ. അത് നല്ല മൂവി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ലതല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഫീലുള്ള ഒരു ഇത്. പഴയ നല്ല ഒരു പാട്ടുണ്ട് അതിൽ കേട്ടോ. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഫ്ലോ, പ്രത്യേക ഫ്ലോ ഇല്ല പടം, അത്രേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊന്നും അങ്ങനെ ആൾക്കാർ ഇതാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് കഴിഞ്ഞ ആഴ്ച വെറുതെ ചുമ്മാ കണ്ടത്. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് പുള്ളീനെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇത് ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ എടുത്തിട്ട് വരയ്ക്കുന്നത് കേട്ടോ. പിന്നെ പുള്ളിയുടെ ശരിക്കും ഹിറ്റുകൾ, വമ്പൻ ഹിറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ശരിക്കും ഓർത്ത് ചിരിക്കാവുന്ന കുറേ കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു വലിയൊരു മനുഷ്യൻ തന്നെയാണ് റാംജി റാവ് സ്പീക്കിങ്. എനിക്ക് തോന്നണം അല്ലേ, ഞാനത് എങ്ങനെ ഒന്നൊരു 4-5 വർഷം ഞാൻ കണ്ടിട്ടുണ്ടാവും റാംജി റാവ് സ്പീക്കിങ്. നല്ലൊരു പാട്ടുണ്ട്, ശരിക്കൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലോ ഉള്ളൊരു പടമായിരുന്നു. അതേ ടോണിൽ തന്നെ വരുന്നത് എനിക്കിഷ്ടപ്പെട്ടത് ഗോഡ് ഫാദറിലെ സാമിയണ്ണൻ. പുള്ളി നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കിലുക്കം. ഞാൻ ജസ്റ്റ് കണ്ണിലേക്കൊന്ന് നോക്കിയതാണ് വരച്ചപ്പോൾ. കിലുക്കം അതൊരു അടിപൊളി കോമഡിയാണത്. പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രമുള്ളത് മറ്റേ ദേവാസുരത്തിലെ ഒരു നല്ല കാർണൂർ സ്ഥാനത്തിൻ്റെ ഒരു കഥാപാത്രം, അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിരുന്നു, ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു ആ പടം. പിന്നെ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് കിട്ടിയ ഒരു പടം എനിക്ക് തോന്നുന്നത്, എനിക്ക് ജയറാമിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് സിത്താരയുടെ അച്ഛനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു കണക്കിലൊരു വില്ലനാണ്. പക്ഷേ എന്താ പറയുക, മഴവിൽ കാവടിയ അങ്ങനൊരു പടമാണ്, ഉർവശിയൊക്കെയുള്ളൊരു പടമാണ്. നല്ല പാട്ടുകളുണ്ട്, അതിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു കഥാപാത്രം കൊണ്ടുപോകുന്നത് എല്ലാം കണക്ട് ചെയ്ത് നിർത്തുന്നത് ഇന്നസെൻറ്റിനെ ചുറ്റിപ്പറ്റിയാണ് എനിക്ക് തോന്നുന്നത്. പഴയ പടമാണ്, കുറേ നാൾ മുമ്പ് കണ്ടതാണ് അതൊക്കെ. പിന്നെ ഞാൻ ഇന്നസെൻറ്റിൻ്റെ ഒരു അവാർഡ് പടം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പേ. അതിൽ ഒരു ഗ്രാമത്തിലേക്ക് കരണ്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഇന്നസെൻ്റാണ്. എന്നിട്ട് ആ ഗ്രാമത്തിൽ കരണ്ട് ഉണ്ടാവില്ല, എന്നിട്ട് കരണ്ട് പോസ്റ്റൊക്കെ കുത്താൻ വേണ്ടിയൊക്കെ വരുന്നത്, അത് വിനീതൊക്കെ ഉണ്ട്. വിനീത് കൊച്ചു പയ്യനായിട്ട് അഭിനയിക്കുകയായിരിക്കും. അതിലവസാനം ആഗ്രഹിക്കുന്നത് വിനീതാണ് കരണ്ട് വരാൻ, പക്ഷേ അത് അവസാനം ഷോക്കേറ്റ് അവൻ മരിക്കുകയും ചെയ്യും. അങ്ങനെ എന്തോ ഒരു പടമാണ്. പിന്നെ എൻ്റെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ എന്താ പറയുക, ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേട്ടോ. ഡെയിലി 2-3 പടങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കളർ പെൻസിൽ അത്ര അങ്ങോട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷേ എന്താ പറയുക, എനിക്ക് ആഗ്രഹമുണ്ട് കളർ പെൻസിലും വാട്ടർ കളറൊക്കെ ഒന്ന് മിക്സപ്പ് ചെയ്യാനും. അതുകൂടാതെ കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ വരച്ച് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം ഇങ്ങനെ ചെറിയ മൂവിങ് ആയിട്ടുള്ള കാർട്ടൂണുകളൊക്കെ വരയ്ക്കാനാണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ്. എത്രത്തോളം ആവുമെന്നുള്ളതൊന്നും ഐഡിയ ഇല്ല, പക്ഷേ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ടല്ലോ, ഞാനതിങ്ങനെ പതുക്കെ റെഫർ ചെയ്യാറുണ്ട്.
എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതൊന്നും ശരിക്കും പഠിച്ചെടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടേതായ ചെറിയ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ബോബനും മൂളിയല്ലേ, പണ്ടത്തെ ബോബനും മൂളിയൊക്കെ ആരെങ്കിലും വായിക്കും, മായാവി പണ്ടത്തെ അതൊക്കെ വരച്ച ഇതല്ലേ, അമർ ചിത്രകഥകളൊക്കെ, പണ്ടത്തെ അമർ ചിത്ര പുസ്തകങ്ങളൊക്കെ അല്ലേ, അതൊക്കെ വരയിലൂടെ തന്നെ വന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ എന്താണ് ഈ കബീഷ എന്ന് പറഞ്ഞ് വരയ്ക്കാൻ ഒരു കുരങ്ങൻ്റെ കഥയുണ്ടല്ലോ, ബാലരമയിൽ പൂമ്പാറ്റയിലാണെന്ന് തോന്നുന്ന പടം, അത് വരയ്ക്കുന്ന ആളെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് ഒരു ഇതിൽ കണ്ടായിരുന്നു, വീഡിയോയിൽ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ, ഭയങ്കര ഒരു മനസ്സിൽ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മൾ വരയ്ക്കാൻ കുറേ ആഗ്രഹിച്ച ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ അതായിട്ട് കണക്ട് നിൽക്കുന്നവർ ഇത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഓരോ സീൻ ബൈ സീൻ വരയ്ക്കണ ഇങ്ങനെ അത് കണ്ടപ്പോൾ കാണിച്ചു തന്നപ്പോൾ അതൊക്കെ കുറച്ച് റീലിൽ കാണിക്കുന്നുണ്ട് പുള്ളി വരയ്ക്കണതൊക്കെ. പിന്നെ പുള്ളീനെ വിളിക്കണത് കബീഷ് എന്നങ്ങാണ്ടൊക്കെ വിളിക്കണമെന്നൊക്കെ ഞാൻ കേട്ട്. ആ പുള്ളി തന്നെ അത് പറഞ്ഞായിരുന്നു. ഒരു അതിപ്പോൾ ഞാൻ പറയാം, ഇങ്ങനെ ഈ വരയ്ക്കുന്നവർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. ഓക്കെ, ആയി വരുന്നുണ്ടോ എന്നറിയില്ല. ഇനി കുറച്ച് ഇതുണ്ട്, എന്താ പറയുക, പോളിഷിങ് ചെയ്യേണ്ടി വരും. പോളിഷിങ് ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത് ശരിക്കും. ഞാൻ പോളിഷിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാ ഒരു എൻ്റെ വർക്കായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് പോളിഷിങ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോമാറ്റിക് ആ വാക്ക് പെട്ടെന്ന് കയറി വരുന്നത്. ബ്ലെൻഡിങ് ആണ് ശരിക്കും എന്നുള്ള വാക്ക്. ഓക്കെ, കണ്ണ് വരയ്ക്കുമ്പോൾ എനിക്ക് കുറേ പ്രാവശ്യം തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പഴയ ഒരു ലുക്കാണ്. പിന്നെ ഇന്നസെൻ്റിൻ്റെ കുറേ നല്ല പടങ്ങളുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് ക്യാൻസറാണെന്നൊക്കെ അറിഞ്ഞ് ഇപ്പോൾ ഭയങ്കര വിഷമം പോലെയായിരുന്നു ആ സമയത്ത്. 2021 ഇങ്ങനെ മരിച്ചിരിക്കുകയാണ് പുള്ളി. നമ്മളേതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കടന്നു പോകും, അത് ഇങ്ങനെ അതിലേക്ക് കടന്നു പോകേണ്ട വ്യക്തികളാണ് എല്ലാവരും അല്ലേ, മരണത്തിലേക്ക് പോകേണ്ട വ്യക്തികളാണ്, പറയാൻ പറ്റില്ല. ഇതിലെന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകളയുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഓക്കെ, നൈസ്, സീ യു ബാക്ക്.